ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മുരിങ്ങയില മുട്ട തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് മുരിങ്ങയിലയും മുട്ടയുമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് തോരനാക്കണേന്ന്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാവുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് നടുവേ കീറിയതിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇതിൽ കിടന്ന് നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചത് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി എത്ര എടുക്കണോ അത്രയും നല്ല ടേസ്റ്റാണ് കറിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറിക്ക് നല്ല എരിവൊക്കെ വേണം, എന്നാലാണ് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ചതച്ച മുളക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. മുളകെല്ലാം ഇതിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ മുളകെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച ഒരു ബൗൾ മുരിങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുരിങ്ങയുടെ ഇല മാത്രമാണ് ഞാനിപ്പോൾ ചീഞ്ചട്ടിയിലേക്ക് ഇടണുള്ളൂ. കാരണം എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇളക്കാൻ പറ്റില്ല. അപ്പോൾ അടിയിൽ കിടന്ന് മുളകൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ കുറച്ച് മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് ആദ്യം ഒന്ന് മുളകും എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടിയും ചേർത്തിട്ട് മുരിങ്ങയുടെ ഇല നന്നായി മിക്സ് ചെയ്തെടുക്കാം. മുളകും മുരിങ്ങയുടെ ഇലയും കൂടി ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ബാക്കി മുരിങ്ങയുടെ ഇലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാ മുരിങ്ങയുടെ ഇലയും കൂടി നന്നായി ഒന്ന് വാടി കിട്ടണം. വാടി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ ഇല നന്നായി വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് 3-4 മുട്ടയൊക്കെ ചേർക്കാം. മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മുട്ടയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മുരിങ്ങയുടെ ഇല വാട്ടിയെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് മുരിങ്ങയുടെ ഇല വാട്ടിയെടുക്കേണ്ടത്. മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി തീ കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ നന്നായി ഇളക്കാനായിട്ട്. മുരിങ്ങയുടെ ഇലയും മുട്ടയും കൂടിയപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ മുരിങ്ങയുടെ ഇലയൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ ചിലപ്പോൾ ഇത്തിരി മടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ മുട്ടയൊക്കെ ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കഴിക്കും. അപ്പോൾ ചില കുട്ടികൾ ആ മുട്ട മാത്രം അങ്ങനെ പെറുക്കി കഴിക്കും, മുരിങ്ങയുടെ ഇല അങ്ങനെ തന്നെ വയ്ക്കും. എന്നാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. അവരിത് കഴിക്കുകയാണെങ്കിൽ മുരിങ്ങയുടെ ഇല കഴിക്കണത് നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവൊക്കെ കുറച്ചിട്ട് വേണം ഇടാനായിട്ട്. നമ്മുടെ മുരിങ്ങയുടെ ഇലയും മുട്ടയൊക്കെ ചേർന്ന് നന്നായി മിക്സായി വരുന്നുണ്ട്. ഇനി നമുക്കിത് തീയൊന്ന് കുറച്ച് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. എന്നാലേ ഞാനിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ അപ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.